ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. രക്ഷാകര പദ്ധതിയുടെ മഹനീയ പാതയിൽ നിശബ്ദനായി നിലകൊള്ളുന്ന വലിയൊരു മനുഷ്യൻ, വിശുദ്ധ യൗസേപ്പിതാവ്. നിശബ്ദതയുടെ സംഗീതം മീട്ടി ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കാതെ, യുക്തിവാദങ്ങളോ വിമർശനങ്ങളോ ഇല്ലാതെ നിർബാധം ഒഴുകുന്ന ഒരു പുഴയെ പോലെ യാത്രയിൽ തനിക്കായി കിട്ടിയതെല്ലാം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചവൻ. ഉണ്ണി യേശുവിന് ലോകത്തിലേക്ക് കടക്കാനുള്ള വാതിലായി, സംരക്ഷകനായി, കോട്ടയായി നിന്നവൻ. ഇന്ന് രാത്രി നാം തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കടന്നുവരാൻ സാധിക്കും വിധം തുറന്നിട്ട ഒരു വാതിലായി നിലകൊള്ളാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയെപ്പോലെ, യൗസേപ്പ് പിതാവിനെ പോലെ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി നമുക്ക് തുറക്കാം. ഇത്രയും ദിവസം നാം ഒരുക്കിയ സുഹൃതങ്ങളും നന്മകളും കൊണ്ട് അവിടെ ഒരു പൂമെത്ത പണിയാം. സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഈശോ അവിടെ വന്ന് വസിക്കട്ടെ. ആമേൻ.